വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന ജനപ്രതിനിധികളുടെ യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. CCF റാങ്കിലുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥനെയാണ് നിയമിക്കുക. CCFന് കൂടുതൽ അധികാരം നൽകാൻ സർക്കാർ കേന്ദ്രത്തെ സമീപിക്കും. മയക്കുവെടി ഉത്തരവിറക്കുന്നതിൽ കാലതാമസമുണ്ടെന്ന് വയനാട്ടിൽ നിന്നുള്ള ജനപ്രതിനിധികൾ യോഗത്തിൽ ഉന്നയിച്ചു. MG പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, ഇന്നലെ ഈ വിഷയത്തിൽ നിയമസഭ പ്രമേയം പാസാക്കിയതാണ്. ഇന്നലെ ഈ വയനാട് ആ മേഖലയിലൊക്കെയുള്ളവരുടെ പന്തം കൊളുത്തി പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. വലിയ ആശങ്കയിലൊക്കെയാണ് ആ മേഖലയിലുള്ളവർ കഴിയുന്നതും. അപ്പോൾ അടിയന്തരമായൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുകയാണോ? അനുജ, വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും അടക്കം വലിയ പ്രതിഷേധം തുടരുന്ന സാഹചര്യത്തിലാണ് വയനാട്ടിലെ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി നേരിട്ട് ചർച്ച നടത്തിയത്. നേരത്തെ ഉന്നതതല യോഗം നടത്തിയതിന് പിന്നാലെയാണ് ജനപ്രതിനിധികളെ കാണാൻ മുഖ്യമന്ത്രി തീരുമാനിച്ചത്. ഈ യോഗത്തിലാണ് വയനാട്ടിൽ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ തീരുമാനമായിരിക്കുന്നത്. CCF റാങ്കിൽ കുറയാത്ത സ്പെഷ്യൽ ഓഫീസറെ വയനാട്ടിൽ നിയമിക്കുമെന്നതാണ് മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചിരിക്കുന്നത്. പ്രധാനമായും ജനങ്ങളുടെ ആശങ്കയടക്കം ജനപ്രതിനിധികൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. CCFന് കൂടുതൽ അധികാരം നൽകുന്ന അത്തരത്തിലൊരു നടപടികളിലേക്ക് പോകുന്നതിന് കേന്ദ്രത്തെ സമീപിക്കുമെന്നും മുഖ്യമന്ത്രി ജനപ്രതിനിധികൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഈ ജനപ്രതിനിധികൾ മുഖ്യമന്ത്രിയെ ധരിപ്പിച്ച കാര്യം, ഇത്തരത്തിൽ കാട്ടാനാക്രമണം അല്ലെങ്കിൽ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അതൊരു നടപടികളിലേക്ക് കടക്കുന്നതിൽ കാലതാമസം എടുക്കുന്നു എന്നതാണ്. മയക്കുവെടി വെക്കുന്നതിലടക്കം വലിയ കാലതാമസങ്ങൾ ഉണ്ടാകുന്നു. ഇത് ജനജീവിതം വളരെ ബുദ്ധിമുട്ടിലാക്കുന്നു എന്നുള്ള ഒരു ആശങ്കയാണ് മുഖ്യമന്ത്രിയെ അറിയിച്ചത്. ഇക്കാര്യത്തിലടക്കം നടപടികൾ ഉണ്ടാകുമെന്നും ഈ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വേഗത കൂട്ടുമെന്നും അടക്കം ഒരു ഉറപ്പ് മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ നേരത്തെ ഉന്നതതല യോഗത്തിൽ കർണാടക, തമിഴ്നാട്, കേരളത്തിൽ നിന്നുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരുടെ ഒരു സമിതി രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഒപ്പം നഷ്ടപരിഹാരം, ഈ RRT സംഘങ്ങൾ രൂപീകരിക്കുക എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഈ വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നടപടികൾ സ്വീകരിക്കുന്നതിനും ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി ഒരു സ്പെഷ്യൽ ഓഫീസറെ കൂടി ഇപ്പോൾ വയനാട്ടിൽ നിയമിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എത്രയും വേഗം ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുമെന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും വലിയ തരത്തിലൊരു പ്രതിഷേധം നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത് ഒഴിവാക്കുന്നതിനും വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നു എന്നുള്ള ഒരു ഉറപ്പ് കൂടി മുഖ്യമന്ത്രി ഇപ്പോൾ ജനപ്രതിനിധികൾക്ക് മുന്നിൽ നൽകുന്നത്. അനുജ, ശരി. വയനാട്ടിലെ തുടർച്ചയായ വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടപടിയാകുന്നത്.